നമസ്കാരം. ഇന്ന് പ്രധാനമായും മനസ്സിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മനസ്സിൻ്റെ പ്രവർത്തനം, മനസ്സിൻ്റെ ശക്തി. ആ മനസ്സിൻ്റെ ശക്തിയെ നമുക്ക് ആവശ്യമായ രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കും? മനസ്സിലുള്ള ഒരു ചിന്തയെ നമ്മൾ മാറ്റുമ്പോൾ അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കും? നമുക്കുള്ളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ആ ചിന്തയെ എങ്ങനെ മാറ്റിയെടുക്കാം? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വഴികളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം. ഇതൊരു നടന്ന സംഭവമാണ്. വളരെ ചെറിയൊരു സംഭവം. പക്ഷേ ആ സംഭവം ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. കാരണം അതിൻ്റെ സ്വാധീനം അത്ര വലുതായിരുന്നു. ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഒരു കെട്ടിടത്തിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ 6-ാം നിലയിലാണ് മീറ്റിംഗ്. അതിനു മുമ്പും അവിടെ പോയിട്ടുണ്ട്. അവിടെ 2 ലിഫ്റ്റുകളുണ്ട്. ഒരുപാട് ആളുകൾ കയറിപ്പോകും. പല പല ഓഫീസുകളുള്ള ഒരു വലിയ കെട്ടിടമാണത്. ഒരുപാട് ആളുകൾ ലിഫ്റ്റിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അന്ന് ഞാൻ പോയപ്പോൾ ആ 2 ലിഫ്റ്റുകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. എന്തോ കാരണം കൊണ്ട് അത് നിന്നുപോയിരുന്നു. എല്ലാവരും വിഷമിച്ച് വളരെ ബുദ്ധിമുട്ടി കോണിപ്പടികൾ കയറിപ്പോകുന്നുണ്ടായിരുന്നു. ഞാനും നോക്കി. 6-ാം നിലയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ തന്നെ ഒരു ക്ഷീണം തോന്നി. 6-ാം നില എന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു മടി തോന്നുമല്ലോ. ഇതെങ്ങനെ കയറും എന്ന് ഒരു നിമിഷം മനസ്സിൽ ശരിക്കും ഒരു ക്ഷീണം തോന്നി. അവിടെ കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ആ പടികൾ കയറുമ്പോൾ വളരെ തളർന്നു പോകുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം അവിടെ നിന്നു. ആ പടികൾ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാനൊരു വാചകം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഈസി സ്റ്റെപ്സ് ഗിവ് മീ മോർ എനർജി. ഓരോ ചുവടും എനിക്ക് കൂടുതൽ ഊർജം നൽകുന്നു. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കയറാൻ തുടങ്ങി. സത്യമായും ആ ചിന്തയോടെ കയറാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ നില കടന്നു. രണ്ടാമത്തെ നില കടന്നു. സാധാരണ 2 നില കയറുമ്പോഴേക്കും ബുദ്ധിമുട്ട് തോന്നിത്തുടങ്ങും. പക്ഷേ 2 നില കഴിഞ്ഞിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഞാൻ ആ വാചകം കുറച്ചുകൂടി ചെറുതാക്കി. അതായത് ഓരോ പടി കയറുമ്പോൾ ശക്തി കിട്ടുന്നു എന്ന് പറയുന്നത് ശക്തി എന്ന വാക്കിൽ ഒതുക്കി. അതുകൊണ്ട് ഞാൻ ശക്തി, ശക്തി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓരോ പടിയും കയറാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കയറിയപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. 6-ാം നിലയിലെത്തി. അവിടെ ചില പുരുഷന്മാർ പോലും ചുമരിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. പലർക്കും ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി എൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. ഇന്നുവരെ എനിക്കിത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതൊരു സാധാരണ കാര്യമല്ല. 6-ാം നില കയറുമ്പോൾ തീർച്ചയായും ക്ഷീണം തോന്നും, ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വാചകം മനസ്സിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് ശക്തി എന്ന ഒറ്റ വാക്കിലേക്ക് മാറിയപ്പോൾ പോലും അതേ ചിന്തയോടെ അതിൻ്റെ അർത്ഥത്തോടെ എനർജി എനർജി എന്ന് പറഞ്ഞുകൊണ്ട് കയറിയപ്പോൾ എനിക്ക് ആ എനർജി കിട്ടി. ഇതൊരു വലിയ അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെയുള്ള അനുഭവം ഇതിനു ശേഷവും പലതവണ ഉണ്ടായിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും ഞാൻ ഇതേപോലുള്ള അനുഭവങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഉടനെ ഒരു വാക്യമോ അല്ലെങ്കിൽ ഒരു വാക്കോ മനസ്സിൽ ഉണ്ടാക്കി അത് കുറച്ചു തവണ പറഞ്ഞാൽ ആ കാര്യം എളുപ്പത്തിൽ നടക്കും. ഇന്ന് ഇതിനെ ഒരു വലിയ ആശയമായി ഇംഗ്ലീഷിൽ ഗൂഗിളിൽ തിരഞ്ഞാൽ കാണാം. സ്വിച്ച് വേർഡ്സ് എന്ന ഒരു ആശയം. ഈ സ്വിച്ച് വേർഡ്സ് എന്നാൽ നമുക്ക് എന്താണോ വേണ്ടത് ആ സമയത്ത് അതിനായുള്ള ഒരു വാക്ക് മനസ്സിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്ക് ഇതിനായി വെക്കുകയോ ചെയ്തിട്ട് അത് മനസ്സിൽ പലതവണ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായും അത് നടക്കും എന്ന സിദ്ധാന്തം. ഞാനും ഇത് 2-3 ദിവസം മുൻപ് പരീക്ഷിച്ചു നോക്കി. ഒരു സാധാരണ കാര്യത്തിന് വീട്ടിൽ ഒരു ചെറിയൊരു സാധനം എവിടെയോ വെച്ചു, കാണുന്നില്ല. തേടി നോക്കിയിട്ട് കിട്ടിയില്ല. ചിലയിടങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതി. ആ ഡ്രോയറുകളൊക്കെ നോക്കി കിട്ടിയില്ല. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, എവിടെയെങ്കിലും അത് കണ്ടാൽ എടുത്തു തരൂ. എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ മുറിയിൽ പോയി ആ ഡ്രോയർ തുറന്നു. മനസ്സിൽ നമുക്കൊരു വാക്ക് പറഞ്ഞ് പരീക്ഷിച്ചു നോക്കാമല്ലോ എന്ന് കരുതി. ഐ ഗോട്ട് ഇറ്റ്. എനിക്കത് കിട്ടി എന്ന വാക്യം മനസ്സിൽ പറഞ്ഞു. ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ
എൻ്റെ മകൻ വേറെ എവിടെയോ ഉള്ള ഒരു ഡ്രോയറിൽ പോയി. സാധാരണ ഞാൻ അവിടെ വെക്കാറില്ല. അവിടെ നിന്നും അതെടുത്തു കൊണ്ടുവന്ന് തന്നു. "ദാ ഇവിടെയുണ്ടല്ലോ. എവിടെയാണ് നോക്കിയത്?" എന്ന് ചോദിച്ചു. എനിക്കും തോന്നി സത്യത്തിൽ ഇതൊരു യാദൃശ്ചികതയാണോ എന്ന്. അല്ല. അതേ ഡ്രോയറിൽ ഞാനും കുറച്ചു മുൻപ് നോക്കിയതാണ്. പക്ഷേ കിട്ടിയില്ല. ഈ വാക്ക് പറയുമ്പോൾ കാണുന്നില്ല, കാണുന്നില്ല എന്ന പരിഭ്രമം പോയിട്ട് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പരിഭ്രമത്തിന് പകരം ഒരു സന്തോഷം വരുന്നു. ഒരു ധൈര്യം വരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഊർജ്ജം മാറുന്നു. ആ വാക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഊർജ്ജം പൂർണ്ണമായും മാറുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് എളുപ്പത്തിൽ നമ്മളെ തേടി വരും. ഇതാണ് ആ സിദ്ധാന്തം. ഇവിടെ മറ്റൊന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഒരു വാക്യമായി എഴുതാറില്ലേ? ആ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എഴുതിയിട്ടുണ്ടാവും, "ഞാൻ വീഴുമെന്ന് കരുതിയോ?" അങ്ങനെയുള്ള മെസ്സേജ് കാണുമ്പോൾ ഇവർക്കെന്ത് കഷ്ടപ്പാടാണ്? ആർക്കാണ് ഈ വെല്ലുവിളി കൊടുക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിൽ തോന്നാറുണ്ട്. ഒരു അസ്വസ്ഥത. ചിലർ എഴുതിയിട്ടുണ്ടാവും, "എൻജോയ് എവരി മൊമെന്റ് ഓഫ് ലൈഫ്." ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കൂ. അത് വായിക്കുമ്പോൾ നമുക്കൊരു പുഞ്ചിരി വരും. ആ വാക്കുകളുടെ ശക്തിയാണ് ഞാൻ പറയുന്നത്. ആ സ്റ്റാറ്റസ് ഇടുമ്പോൾ പോലും നമ്മൾ എന്തിനാണ് ഇടുന്നത്? പലരും വായിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആ ചിന്ത എങ്ങനെയായിരിക്കണം? വായിക്കുന്നവർക്കും ഒരു സന്തോഷം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രചോദനം കൊടുക്കണം. ഈ സ്വിച്ച് വേർഡ്സ് നമ്മുടെ ഊർജ്ജത്തെ മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. ഇത് നിങ്ങളും പരിശീലിച്ചു നോക്കി നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക. നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പങ്കുവെക്കാനും സാധിക്കും. സാധാരണ ജീവിതത്തിൽ പലതരം വിഷമങ്ങൾ, കോപം, മാനസിക സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നവരുമുണ്ട്. പക്ഷേ അതിപ്പോഴും വളരെ കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ മാറ്റണം. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഊർജ്ജം മാറുമ്പോൾ നമ്മളെ ചുറ്റിയുള്ള കാര്യങ്ങളും തീർച്ചയായും മാറും. ഇത് നമ്മൾ നേരിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ധ്യാനം ചെയ്ത് നമ്മുടെ ഊർജ്ജം മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ അതല്ല പറയുന്നത്. തൽക്ഷണം എങ്ങനെ ചെയ്യാം? അപ്പോൾ ആ വാക്കുകളെ എങ്ങനെ ഉപയോഗിക്കാം? പണ്ടുകാലത്ത് മന്ത്രങ്ങൾ ചൊല്ലിയിരുന്നു. ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനം കാണാനില്ലെങ്കിൽ "ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്" എന്ന് പലതവണ പറഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും അത് കണ്ടുപിടിച്ച് തരുന്നു. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെയാണ് നമ്മുടെ ഊർജ്ജം മാറുന്നത്. ആ വാക്കുകൾ മാറുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചില സ്വിച്ച് വേർഡ്സ് ഞാൻ തരാം. നിങ്ങൾ അത് ആലോചിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മാനസിക സംഘർഷം, വിഷമം, കോപം, ഉത്കണ്ഠ ഒക്കെയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ വെക്കുക. നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. ഞാൻ ചില ഉദാഹരണങ്ങൾ തരാം. പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കണം. ആ ചിന്തയെ എന്ത് വേണമെന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കണം അത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കോപമുണ്ടെങ്കിൽ "ഞാൻ കോപത്തിലാണ്" എന്ന് നമ്മൾ പുറമേ പറയില്ല. പക്ഷേ ഉള്ളിൽ നമ്മൾ അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. "അതെ, ഞാൻ കോപത്തിലാണ്" എന്ന് അത് ഉള്ളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലാതെ ആ കോപത്തിന് വിപരീതമായ പോസിറ്റീവായ ഒരു വാക്ക് അത് പറഞ്ഞാൽ ഒന്നുകിൽ ശാന്തി എന്ന് പറയാം. അതല്ലെങ്കിൽ സ്നേഹം എന്ന് പറയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാം. എനിക്കിപ്പോൾ ഈ കോപം വേണ്ട. എനിക്ക് ശാന്തമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു വാക്ക് നമുക്ക് പറയാം. ശാന്തി അല്ലെങ്കിൽ സ്നേഹം. അതുപോലെ നിങ്ങൾ ആലോചിച്ച് ആ സമയത്ത് നിങ്ങളുടെ ഊർജ്ജത്തെ മാറ്റുന്ന ഒരു വാക്ക് കണ്ടുപിടിക്കുക. വീണ്ടും വീണ്ടും ആ വാക്ക് പലതവണ പറഞ്ഞുകൊണ്ടിരുന്നാൽ ധ്യാനമൊന്നും ചെയ്യേണ്ട. ഇത് വളരെ എളുപ്പമാണ്. എവിടെയാണോ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ വാക്കിന് പകരം മറ്റൊരു വാക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായും നിങ്ങളുടെ മാനസികാവസ്ഥ മാറും. നിങ്ങളുടെ ഊർജ്ജം മാറും. അതിനനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും മാറും. അതിനനുസരിച്ച് മറ്റു കാര്യങ്ങളും അതുപോലെ മാറും. ഇപ്പോൾ ഒരുപാട് കടമുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിൽ അത് തന്നെയായിരിക്കും. ഈ കടം എങ്ങനെ തീർക്കും എന്ന്. കടം എന്നതിന് പകരം നമുക്കെന്ത് വേണം? അവിടെ പണം വേണം. അതുകൊണ്ട് കടം തീർന്നു. ഞാൻ കടമെല്ലാം തീർത്തു എന്ന വാക്യമായി പറയാം. അത് വളരെ നന്നായി പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഒറ്റ വാക്കായി എളുപ്പത്തിൽ വേണമെങ്കിൽ പണം, പണം എന്ന വാക്ക് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും തീർച്ചയായും ആവശ്യത്തിന് പണം ലഭിച്ച് ആ കടമെല്ലാം തീരാൻ വഴിതെളിയും. മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ ശരീരത്തിന് സുഖമില്ല എന്ന് കരുതുക.
ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പോൾ മനസ്സ് വീണ്ടും വീണ്ടും എൻ്റെ ഷുഗർ ലെവൽ കൂടുതലാണ്, എനിക്ക് ബി പി കൂടുതലാണ്, എനിക്ക് നടുവേദന മാറുന്നില്ല എന്നിങ്ങനെ ആ രോഗത്തെ തന്നെയാണ് മനസ്സ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഊർജത്തെ എങ്ങനെ മാറ്റാം? രോഗം വിടുക, ആരോഗ്യം കൊണ്ടുവരിക. അപ്പോൾ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന വാക്ക് ഉപയോഗിക്കാം. നിങ്ങൾ നടുവേദന ശരിയായി എന്ന് പറഞ്ഞാൽ പറയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നടുവേദന എന്ന വാക്ക് കൊണ്ടുവരേണ്ട, ബി പി എന്ന വാക്ക് കൊണ്ടുവരേണ്ട, ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതും തീർച്ചയായും ഒരു വലിയ മാറ്റം നൽകും. അടുത്തത്, ചിലർ ഇടയ്ക്കിടെ പറയാറുണ്ട്, എനിക്കെപ്പോഴും ക്ഷീണമാണ്, ബലഹീനതയാണ്, ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ. ആ ബലഹീനമായ അവസ്ഥയെ മാറ്റണമെങ്കിൽ മനസ്സിനെ മാറ്റിയാൽ ശരീരത്തിന് തീർച്ചയായും ഊർജം കിട്ടും. അപ്പോൾ ആ ബലഹീനത, ഐ ആം ഫീലിംഗ് വീക്ക് എന്നതിനെ മാറ്റണമെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഊർജം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഊർജ്ജസ്വലനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചായി ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ഒരു ജോലി തുടങ്ങുമ്പോൾ ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിൽ തോന്നാം. പക്ഷേ ഇത് പലർക്കും സാധാരണമാണ്. അപ്പോൾ തന്നെ അതിനെ മാറ്റുക. ഐ ക്യാൻ ഡു ഇറ്റ് എന്നാക്കുക. ഇതുപോലെ ഈ വാക്കുകളുമായി കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇതുപോലെ ഈ വാക്കുകളുമായി കുറെ പരിചയപ്പെട്ടു നോക്കൂ. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നെറ്റ് ബാങ്കിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ലാപ്ടോപ്പിലും ഫോണിലും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെക്കാറുണ്ട്. ആ പാസ്വേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആ കാലഘട്ടത്തിൽ എന്താണോ വേണ്ടത്, ഇപ്പോൾ പണം വേണമെങ്കിൽ മണി എന്ന് വരുന്ന രീതിയിൽ നിങ്ങളുടെ ചിഹ്നങ്ങളും നമ്പറുകളും ചേർത്ത് വെക്കാം. അതുപോലെ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മിന്നിമറയുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്കുള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം കൊണ്ടുവരും. അതുകൊണ്ട് സ്വിച്ച് വേർഡ്സ് ആണ് നമ്മുടെ ഊർജത്തെ മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതാണ് ഈ സ്വിച്ച് വേർഡ്സ്. ഇത് ഉപയോഗിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസ് ആയിട്ട് എഴുതുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ എഴുതുവാനായിട്ട് നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.